നമസ്കാരം, എൻ്റെ പേര് മോഹനേന്ദ്രൻ, വൈറ്റിലെയാണ്. ഞാൻ മുല്ലപ്പെരിയാർ കോർഡിനേഷൻ കമ്മ്യൂണിറ്റിയുടെ ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. സേവ് കേരള മിഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഒരു മെമ്പറാണ്. മുല്ലപ്പെരിയാർ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. സത്യത്തിൽ എന്തുകൊണ്ടാണ് മുല്ലപ്പെരിയാർ നമ്മളിപ്പോൾ ഭയക്കണം, അതാണ് ഏറ്റവും വലിയ ഒരു ഇഷ്യൂ. പലർക്കും അതറിയില്ല. വളരെ ചുരുക്കി പറഞ്ഞാൽ 1928 തന്നെ ഈ ഡാമിൽ ചോർച്ച മനസ്സിലാക്കി. 1964 ഡാം വീക്കാന്നുള്ളൊരു റിപ്പോർട്ടുണ്ട്. 1979 ആദ്യമായിട്ടുള്ളൊരു ആ ഭാഗത്തൊരു ഭൂമി ഒഴുക്കം ഉണ്ടായപ്പോൾ ചെറിയ സ്ക്രാച്ച് ഉണ്ടായ ഒരു ക്രാക്ക് ഉണ്ടായെന്നൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ട് 2011 ഒരു ഭൂമി ഒഴുക്കം ഉണ്ടായി. അത് 3.4 ഉണ്ടായത്. പക്ഷെ അതുണ്ടായ സമയത്ത് ഒരു പഠനം നടത്തി. അത് പഠനം നടത്തി വേറെ ആരുമില്ല, കേരള സർക്കാർ തന്നെയാണ് അതിനുള്ള പഠനം നടത്തിയത്. ഇവിടുത്തെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഉണ്ടായിരുന്നു, റവന്യൂ വകുപ്പും ഉണ്ടായിരുന്നു. ആ പഠനത്തിൽ റിപ്പോർട്ട് വളരെ വിചിത്രമാണ്. ഈ നമ്മളുടെ ഭൂചലനം 4 മുകളിൽ പോയാൽ ഡാം താങ്ങൂല. ഇത് അന്നത്തെ പത്രദൃശ്യമാധ്യമങ്ങളൊക്കെ ഭംഗിയായിട്ട് റിപ്പോർട്ട് ചെയ്തു. നമ്മുടെ മലയാള പത്രങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് എഴുതി, ഫ്രണ്ട് പേജിലാണ് എഴുതിയത്. അതിനുശേഷം നാഷണൽ ഡെയിലീസിലുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷമാണ് ഇവിടെ പല പാർട്ടികളും ഇവിടെ എല്ലാം മനുഷ്യച്ചങ്ങലയൊക്കെ നടത്തി. അപ്പോൾ ആൾക്കാർക്ക് അത്രമാത്രം ഭയവും വന്നു. എന്തുകൊട്ടെ 2013 ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നു. 2018 നമുക്കറിയാം സ്വാഭാവികമായിട്ട് നമുക്ക് പൊക്കം ഉണ്ടായി. അപ്പോഴാണ് ആദ്യമായിട്ട് കേരളം എന്താണ് വെള്ളപ്പൊക്കം എന്ന് സത്യം പറഞ്ഞാൽ അറിയണം, എന്താണ് പ്രളയം എന്ന് അറിയണത്. 2019 ഉണ്ടായി. 2020 ലാൻഡ് സ്ലൈഡ് ഉണ്ടായി. ആ കൊല്ലം ഈ പറയുന്ന 2012 തൊട്ട് 2019 വരെയും ഈ പറയുന്ന ഭാഗങ്ങൾക്ക് ഭൂചലനം ഉണ്ടായെങ്കിലും ഒക്കെ 2-ന് താഴെയായിരുന്നു. പക്ഷെ അത് വീണ്ടും 2020 2.82 മാറി ഒരു ഭൂചലനം. 2021 ജൂലൈ മാസം 6-ാം തീയതി ഉണ്ടായ ഒരു ഭൂചലനം വീണ്ടും 3.4 വന്നു. അത് ഈ പറയുന്ന കുമ്പളി ഭാഗത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ പാലക്കാട്, തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ, അതായത് നമ്മുടെ വെസ്റ്റേൺ ഗൾഫിൻ്റെ ഭാഗങ്ങളിൽ വീണ്ടും അടുത്ത മാസം ഓഗസ്റ്റ് മാസത്തിൽ 3.1 വന്നു. അതിനുശേഷം കോട്ടയം, പാലാ ഭാഗത്ത് 13 ഭാഗങ്ങളിൽ 1.9 ഉണ്ടായി. അതായത് തുടർച്ചയായിട്ട് ഈ പറയുന്ന വെസ്റ്റേൺ ഗൾഫിൻ്റെ ഭാഗങ്ങളിൽ ഭൂചലനം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ അടുത്ത കൊല്ലം എന്ന് വെച്ചാൽ 2022 അത് ഏറ്റവും വിചിത്രമായിട്ട് പറഞ്ഞാൽ പുനലൂർ, പത്തനംതിട്ട, പത്തനാപുരം, അതുപോലെ തന്നെ നേരെ വടക്കാഞ്ചേരി വരെയുള്ള ഭാഗങ്ങളിൽ, തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ തന്നെ 2022 ഏപ്രിൽ ഒറ്റ ദിവസം തന്നെ ഇതിൽ ഭൂചലനം ഉണ്ടായി. ഇതൊന്നും അധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല, വളരെ ചെറിയ വാർത്തകളായിരുന്നു. അതേ കൊല്ലം തന്നെ ജൂലൈ മാസം 29-ാം തീയതി കുളമാവ് ഭാഗത്ത് 3.1 വീണ്ടും വന്നു. പക്ഷേ ഇതും ഒരു വാർത്തയായിരുന്നു. പക്ഷെ അതിനുശേഷം 2023 നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ഭൂമിക്കടിയിൽ അതിഭീകരമായിട്ടുള്ള ശബ്ദങ്ങളുണ്ടായി. അതിൽ കോട്ടയത്തും ഉണ്ടായി, തൃശ്ശൂരും ഉണ്ടായി. അതിനൊപ്പം തന്നെ പിന്നെ നമ്മൾ കാണുന്നത് 2024 ഏറ്റവും ഭീകരമായിട്ടുള്ള കാര്യങ്ങൾ. അത് ജൂൺ മാസത്തിൽ ഈ പറഞ്ഞ പാലക്കാടും തൃശ്ശൂരും 3.1 വീണ്ടും കണ്ടു. അത് അടുപ്പിച്ച് 2 ദിവസം ഉണ്ടായി ഭൂചലനം. അതിനുശേഷം നമുക്കെല്ലാവർക്കും അറിയാം, ജൂലൈ മാസം 29-ാം തീയതി നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പറയുന്ന നമ്മളുടെ വയനാട് ദുരന്തം. ഈ കഴിഞ്ഞ ഓഗസ്റ്റ്, അതായത് 2024 ഓഗസ്റ്റ് 9-ാം തീയതി എന്താ സംഭവിച്ച്, മലപ്പുറം, വയനാട്, കോഴിക്കോട്, പാലക്കാട് ഭാഗങ്ങളിൽ ഭൂമി ഒന്ന് വിറച്ചു ശരിക്കും. അതിന് ചില ആൾക്കാർ തമാശയ്ക്ക് വേർത്തു എന്നാണ് പറയുക. പക്ഷേ വേർത്തതല്ല, അത് ശരിക്കും വിറച്ച് തന്നെയാണ്. അപ്പോൾ അടുപ്പിച്ച് 3 മാസമായിട്ട് ഈ കൊല്ലത്തിൽ വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി നോക്കുമ്പോൾ മുല്ലപ്പെരിയാർ ഇത്രയും പഴക്കമുള്ള ഡാമാണ്. ഇതിൽ വളരെ സിമ്പിളായിട്ട് ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. ഈ കേരളത്തിൽ ഉള്ള ഒരു വിദഗ്ധ സമിതി തന്നെ ഇത് പഠിച്ചിട്ട് 4-ന് മുകളിൽ ഈ ഡാം താങ്ങൂല എന്ന് പറഞ്ഞ ശേഷം പോലും ഇതിനു വേണ്ടി വേണ്ട ഒരു നീക്കുപോക്കൊന്നും കേരള സർക്കാർ ചെയ്തിട്ടില്ല. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഒരു 13 കൊല്ലം ആവുന്നു. ഈ വരുന്ന ഒക്ടോബർ 10-ാം തീയതി ഈ ഡാം ഉണ്ടായിട്ട് 129 കൊല്ലം ആവുകയാണ്. ഓരോ കൊല്ലവും നമ്മളിങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ആഘോഷം എത്ര കാലം പോകുമെന്ന് അറിയാൻ പാടില്ല. ഏതായാലും വളരെ ചുരുക്കി പറയാം, എല്ലാം അടുപ്പിച്ചടുപ്പിച്ച് മുകളിലേക്ക് ഉണ്ടാകുന്ന ഈ ഭൂചലനങ്ങൾ അതൊട്ടും തന്നെ സേഫല്ല. നമുക്കെല്ലാവർക്കും അറിയാം. അത് ആർക്കും ഒരുപക്ഷെ നമുക്ക് ഇതിൽ കാറ്റും മഴയൊക്കെ പ്രവചിക്കാൻ പറ്റുന്നുണ്ട്, അതിതീവ്ര മഴയും നമുക്ക് പ്രവചിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഭൂചലനം പ്രവചിച്ചതിനെങ്ങും കേട്ടിട്ടില്ല, ഉണ്ടോയെന്നറിയില്ല. അപ്പോൾ ഏത് സമയത്തും ഈ സീസ്മിക് സോൺ 3-ൽ നിൽക്കുന്ന ഈ ഭൂമി എവിടെ വേണമെങ്കിലും കുലുങ്ങാം. അതായത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ സീസ്മിക് സോൺ 1-ലായിരുന്നു മഹാരാഷ്ട്രയിലെ
ലാത്തൂർ. അവിടെ 6.2 1993 വന്നപ്പോൾ ആ ഭൂമി ഒരു പ്ലേ ഗ്രൗണ്ട് പോലെയായിപ്പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിപ്പോൾ 6.3 ആണ്. ഇവിടെ 6-നോ 6:30-ക്കോ 7-നോ 7:00-ക്കോ 8-9 വരെയൊക്കെ ഉള്ള ഭൂചലനത്തിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് സംഭവിച്ചു കണ്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് നമ്മളെല്ലാവരും ഇതിന് വേണ്ടി ആക്ട് ചെയ്യണം. അതിനുവേണ്ടി എല്ലാവരെയും ഇന്ന് കേരളത്തിലുള്ള സകലരെയും, കേരളത്തിലും പുറത്തുള്ളവരെയും, തമിഴ്നാട്ടിലുള്ളവരെയും, കർണാടകത്തിലുള്ളവരെയും ഒക്കെ സഹകരണം വേണം. കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഒരു ചെറിയ പതിപ്പാണ് ഈ കൊച്ചി എന്ന് പറഞ്ഞാൽ. അപ്പോൾ കൊച്ചിയിലേക്ക് എന്ന് സംഭവിച്ചു എന്ന് വെച്ചാൽ ഉറപ്പിച്ചോ ഇന്ത്യയിലുള്ള സകല സ്റ്റേറ്റിലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് ഈ വിഷയം എടുക്കുകയും നമ്മുടെ വരും തലമുറയ്ക്ക് നമ്മുടെ നാട് ഇതുപോലെ തന്നെ കൊടുക്കണമെങ്കിൽ, ഇതേപോലെ തന്നെ ഇരിക്കണമെങ്കിൽ എല്ലാവരും സഹകരണം വേണമെന്ന് മാത്രം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് മാത്രം പ്രാർത്ഥിക്കുന്നു.